സ്വപ്നയും വാസുവും വീടിന് പുറത്ത് ബാഡ്മിന്റൺ കളിക്കുകയായിരുന്നു. വാസു, ഞാൻ ക്ഷീണിച്ചു. എന്നെ കൊണ്ട് ഇനിയും കളിക്കാൻ പറ്റില്ല. എന്താ ഇത്ര പെട്ടെന്ന് നീ തളർന്നു പോയോ? നേരത്തെ എന്താ പറഞ്ഞത്, എന്നെ തോൽപ്പിക്കുന്നല്ലേ? അത് ശരിയാ വാസു, ഞാനിപ്പോ തോൽവി സമ്മതിക്കുക. ആഹാ, അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. നീ എനിക്ക് ഉറപ്പായിട്ടും ഐസ്ക്രീം വാങ്ങി തരണം. അവസാനം ഞാൻ തന്നെയല്ലേ വാങ്ങി തന്നത്. എപ്പോഴും ഞാനെന്തിനാ വാങ്ങിച്ചു തരുന്നത്? എന്തിനു വാങ്ങി തരുന്നോ? നീ അല്ലേ എപ്പോഴും തോൽക്കുന്നത്, അതുകൊണ്ട്. ശരി ശരി, പിണങ്ങണ്ട. ഇത്തവണ ഞാൻ വാങ്ങിത്തരാം, പോരെ? സ്വപ്നയും വാസുവും കൂടി ഐസ്ക്രീം കഴിക്കാനായി പുറത്തേക്കിറങ്ങി. അവർ നടന്നു പോകുമ്പോൾ ഐസ്ക്രീം വിൽക്കുന്ന ആളിന്റെ ശബ്ദം കേട്ടു. ഐസ്ക്രീം, നല്ല ചിൽ ചിൽ ഐസ്ക്രീം. നോക്ക, ഐസ്ക്രീം വിൽക്കുന്ന ആള് ഇവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. നല്ല ചിൽ ചിൽ ഐസ്ക്രീം. ആ റോഡിൽ നിന്നും അടുത്ത റോഡിലേക്ക് പോയി നോക്കി. അപ്പോഴേക്കും ഐസ്ക്രീം വിൽക്കുന്ന ആൾ ആ സ്ട്രീറ്റിൽ നിന്നും അടുത്ത സ്ട്രീറ്റിലേക്ക് പോയി. അല്ല, ആ ഐസ്ക്രീം ഞങ്ങളെന്താ വേഗം അങ്ങ് പൊയ്ക്കളഞ്ഞത്? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ, പെട്ടെന്ന് അങ്ങ് പോയോ? നീ ഇത്രയും പതുക്കെ നടന്നാ പിന്നെ അയാളെ കാണാൻ പറ്റുമോ? ആ എന്നാ ശരി, നീ വാ, വേഗം പോയി നോക്കാം. രണ്ടുപേരും വളരെ വേഗം നടന്നു. കുറച്ചകലെയായി ഐസ്ക്രീം വിൽക്കുന്നയാൾ നിൽക്കുന്നത് കണ്ടു. ഐസ്ക്രീം, നല്ല ചിൽ ചിൽ ഐസ്ക്രീം. വരൂ വരൂ, നല്ല ചിൽ ചിൽ ഐസ്ക്രീം കഴിക്കൂ. ഐസ്ക്രീം വിൽക്കുന്ന ആൾ നിന്ന സ്ഥലത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാസുവും സ്വപ്നയും ഐസ്ക്രീം വിൽക്കുന്ന ആളിന്റെ അടുക്കലേക്ക് എത്തി. അങ്കിൾ, നിങ്ങൾ എങ്ങനെ ഇത്രയും വേഗത്തിൽ അങ്ങ് പോയത്? ഞങ്ങൾ കുറെ നേരമായിട്ട് നിങ്ങളുടെ പുറകെ വരിക. അനിയ, എനിക്ക് നിറയെ സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. പതുക്കെ പതുക്കെ പോയാൽ എങ്ങനെയാ ഐസ്ക്രീം വിറ്റ് തീർക്കുന്നത്? അതും ഈ പൊരിഞ്ഞ വെയിലത്ത് ഐസ്ക്രീം വേഗം വിറ്റ് തീർന്നില്ലെങ്കിൽ എല്ലാം അലിഞ്ഞു പോവില്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ ഇത്രയും ഉറക്കെ വിളിച്ചോണ്ട് നിൽക്കുന്ന എന്തിനാ? ഇവിടെ ആരും കാണാനില്ലല്ലോ. അങ്ങനെ അല്ല മേഡം, പ്രേതവും പിശാചും ഒക്കെ എന്റെ ഐസ്ക്രീം കഴിക്കും. ഞാൻ അവർക്ക് കേൾക്കാനാ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്കിൾ, നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഞങ്ങൾ അങ്ങനെ മന്ദബുദ്ധികളൊന്നും അല്ല. നിങ്ങൾക്ക് വാസുവിനെ കണ്ടിട്ട് പ്രേതമാണെന്ന് തോന്നിയോ? അയ്യോ, ഇപ്പൊ നീ അതൊക്കെ വിടന്റെ സ്വപ്ന. നിനക്കിപ്പോ ഏത് ഐസ്ക്രീമാ വേണ്ടത്, അത് പറയൂ. എനിക്ക് മാംഗോ ഫ്ലേവർ മതി. അങ്കിൾ, ഒരു മാംഗോയും ഒരു വാനിലയും. ഐസ്ക്രീം വിൽക്കുന്ന ആൾ രണ്ടുപേർക്കും ഐസ്ക്രീം നൽകിയിട്ട്, അനിയ, നിനക്ക് ഈ പ്രേതവും പിശാചും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസമുണ്ടോ? കൊള്ളാം, എനിക്ക് പ്രേതങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. സ്വപ്ന, എന്താ നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, എനിക്ക് പേടിയാവുന്നു. ഈ രാത്രിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഭൂതത്തെ കുറിച്ച് സംസാരിക്കോ? ആ ഐസ്ക്രീം വിൽക്കുന്ന ആളും വാസുവും ചിരിച്ചു. പേടിക്കൊന്നും വേണ്ട മേഡം, എല്ലാ പ്രേതങ്ങളും അങ്ങനെ മോശക്കാരൊന്നും അല്ല. നല്ലതായാലും ചീത്തയായാലും കൊള്ളാം, പ്രേതമൊന്നും ഒരു സാധനമേ ഇല്ല. അങ്ങനെ പറയരുതനിയ, പ്രേതമൊക്കെ ഉണ്ട്. നല്ല പ്രേതങ്ങളും ഉണ്ട്, ദുഷ്ടരായ പ്രേതങ്ങളും ഉണ്ട്. ഞാൻ വേറെയും ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഈ ഏരിയയിൽ ഒരു പ്രേതം കറങ്ങിക്കൊണ്ടിരിക്കുകയാണത്രേ. അത് കേട്ടപ്പോ സ്വപ്നയ്ക്ക് പേടിയായി. അങ്കിൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭൂതത്തെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ. അല്ല അങ്കിൾ, നിങ്ങൾ പ്രേതത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തായാലും പറഞ്ഞോളൂ, എനിക്ക് വലിയ ഇഷ്ടം അത് കേൾക്കാൻ. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് അനിയ. എന്നെ പോലെ തന്നെ ഇവിടെ ഐസ്ക്രീം വിൽക്കുന്ന ഒരാൾ വരുമായിരുന്നു. അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് ഇവിടെയുള്ള എല്ലാവരും പറയും. ആരുടെയെങ്കിലും കയ്യിൽ കാശില്ലാതെ ഐസ്ക്രീം ചോദിച്ചാൽ പോലും അയാൾ കൊടുക്കുമായിരുന്നു. അയാൾക്ക് കൊച്ചുകുട്ടികളെന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹമാണ്. അയാൾ ഐസ്ക്രീമുമായി വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടും. ഇപ്പൊ എന്താ അദ്ദേഹം വരാത്തെ? ആ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം രാത്രി നല്ല മഴയായിരുന്നു അത്രേ. അയാൾ ഐസ്ക്രീം വിറ്റ ശേഷം തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അയാൾ പോകുന്ന വഴിയിൽ കുറുകെ ഒരു ആറുണ്ട്. ആറിന്റെ മുകളിൽ ഒരു മരപ്പാലവും. ആ പാലത്തിന്റെ മുകളിലൂടെ അയാൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ പാലം തകർന്നുപോയി. ഐസ്ക്രീം വിൽക്കുന്ന ആൾ തന്റെ സൈക്കിളോടൊപ്പം ആറ്റിലേക്ക് വീണു മരിച്ചു. ഭഗവാൻ അയാളുടെ ആത്മാവിന് ശാന്തി നൽകിയില്ല. എന്താ, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ അയാളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അയാളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് ആദ്യം ആരാണ് ഐസ്ക്രീം വാങ്ങുന്നുവോ അവരുടെ കയ്യിൽ നിന്ന് അയാൾ കാശ് വാങ്ങുകയില്ലത്രേ. അയാൾ വളരെ നല്ല മനുഷ്യനാണ്. സ്വപ്ന അത് കേട്ടതും കുറച്ചുകൂടി പേടിച്ചു. മതി, ഒരുപാടായി. ഇനി ഈ പ്രേതകഥകളൊക്കെ നിർത്ത്. എനിക്ക് വീട്ടിൽ പോണം. നീ ആദ്യം ഐസ്ക്രീം കഴിക്കാൻ നോക്ക്. അത് ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അല്ല മേഡം, ഇത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കേട്ടതനുസരിച്ച്. അങ്കിൾ, എനിക്കൊന്നും കേക്കണ്ട. വാ വാസു. വാസു ഐസ്ക്രീം വാങ്ങിയ പണം നൽകി. പക്ഷെ ഐസ്ക്രീം വിൽക്കുന്ന ആൾ പണം വാങ്ങാൻ മടിച്ചു. വേണ്ട അനിയ, ഞാൻ ഇങ്ങനെയാണ്. എന്റെ കയ്യിൽ നിന്ന് ആദ്യം ഐസ്ക്രീം വാങ്ങുന്ന ആരായിരുന്നാലും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങാറില്ല. നിങ്ങളും ആ മരിച്ചുപോയ മനുഷ്യനെ പോലെ ആയല്ലേ?
ശരി ശരി, താങ്ക് യു സോ മച്ച്. യു ആർ മോസ്റ്റ് വെൽക്കം. വാസുവും സ്വപ്നയും തിരികെ വീട്ടിലേക്ക് മടങ്ങി. നിങ്ങൾക്ക് ഈ ഐസ്ക്രീംകാരനെ കുറച്ച് വ്യത്യസ്തനായിട്ട് തോന്നിയില്ലേ? ഇല്ലില്ല, എനിക്കങ്ങനെ വ്യത്യസ്തനായിട്ടൊന്നും തോന്നിയില്ല. പെട്ടെന്ന് സ്വപ്ന പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്തൊരു അതിശയമാണിത്! ഐസ്ക്രീം വിൽക്കുന്ന ആളെ അവിടെ കണ്ടില്ല. സ്വപ്ന അങ്ങനെ പേടിച്ച് വിറച്ചു നിന്നു. വാസു, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. വേഗം വാ. വാസുവും സ്വപ്നയും വളരെ വേഗം തിരിഞ്ഞു നടന്നു. അവർ അങ്ങനെ നടന്ന് വീടിനരികിലെത്തിയതും നേരത്തെ കേട്ട ആ ശബ്ദം വീണ്ടും കേട്ടു. ഐസ്ക്രീം, നല്ല ചിൽ ചിൽ ഐസ്ക്രീം. രണ്ടുപേരും വീണ്ടും തിരിഞ്ഞു നോക്കി. ഐസ്ക്രീം, നല്ല ചിൽ ചിൽ ഐസ്ക്രീം. വരൂ വരൂ, നല്ല ചിൽ ചിൽ ഐസ്ക്രീം കഴിക്കൂ. രണ്ടുപേരും ആകെ ഭയന്ന് വിറച്ചു. ഞാൻ പറഞ്ഞതല്ലേ മേഡം, എല്ലാ പ്രേതങ്ങളും മോശക്കാരല്ലെന്ന്. വാസുവും സ്വപ്നയും ഭയന്ന് വിറച്ച് അവിടെ തന്നെ നിന്നു. രാത്രി 12 മണി. റീമ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് റൂമിന്റെ ജനൽ കതകുകൾ, വാതിലുകൾ എല്ലാം കാറ്റിൽ വേഗത്തിൽ ഇളകാൻ ആരംഭിച്ചു. അപ്പോൾ റീമയ്ക്ക് വളരെ ഭയമായി. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാനാണ് റീമ, വന്ന് വാതിൽ തുറക്കൂ. റീമ കതക് തുറന്നു നോക്കിയപ്പോൾ അലർച്ചയോടെ അവളുടെ ചേട്ടന്റെ തല മാത്രം ആ കാറ്റിൽ അങ്ങനെ പറന്നു നിൽക്കുന്നു. അത് കണ്ടത് റീമ വളരെ ഭയപ്പെട്ടു. അവളുടെ ചേട്ടൻ ആ നേരത്ത് കല്യാണത്തിനാണല്ലോ പോയത് എന്ന് ഓർത്ത് അവൾ ഫോൺ എടുത്ത് വിളിച്ചു ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ വഴിയിലാണ്, നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി കേടായി, അതിനാൽ ഞങ്ങൾ കാട്ടിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രദ്ധിച്ചു വരണേ ചേട്ടാ. വിവേകും അവരുടെ 3 കൂട്ടുകാരും കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ കാട്ടിലൂടെ പോകുമ്പോൾ ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതും വിവേക് എന്താ പറഞ്ഞതെന്ന് അറിയുമോ? എന്തടപ്പാ ഇത്? ഇവിടെയും ഒരു പാർട്ടി അടിപൊളിയായി നടക്കുന്നുണ്ടല്ലോ. വാടാ വാടാ, നമുക്ക് പോയി നല്ലോണം എൻജോയ് ചെയ്യാം. വാടാ വാടാ വാടാ, വേഗം പോയി നമുക്ക് എൻജോയ് ചെയ്യാം, വായോ. അവർ 4 പേരും ചിരിയുടെ ശബ്ദം കേട്ട് ആ വഴിയിൽ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. 4 പേരും ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. അവിടെ നടക്കുന്നത് അവർ നോക്കി നിന്നു. അത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താ നമ്മൾ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ, ഇവിടെ വന്ന് പെട്ടുപോയല്ലോ. ആ ഭൂതം രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? അയ്യോ, അങ്ങോട്ട് നോക്കിയേ, ആ ഭൂതങ്ങളെല്ലാം മനുഷ്യനെ കൊന്നതേ തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അയ്യോ വായോ, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഓടിപ്പോകാം. അപ്പോൾ ആ ഭൂതങ്ങളുടെ നേതാവ് അവിടെ നിൽക്കുന്ന 4 പേരെയും കണ്ടു. ആ 4 പേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയപ്പോൾ ഭൂതം അവിടെ നിന്ന് പറന്നു വന്ന് വിവേകിന്റെ കഴുത്തിലിരുന്നു. എവിടേക്കാണ് നിങ്ങളെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? നിങ്ങൾക്കൊന്നും ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിങ്ങളെ എല്ലാവരെയും അടിച്ചു കൊന്നിട്ട് ആ രക്തത്തില് ഞാൻ നല്ലോണം കുളിച്ച് ഞാൻ നല്ല സന്തോഷമായിട്ടിരിക്കും. ഭൂതത്തിന്റെ നേതാവ് വിവേകിന്റെ കഴുത്തിലിരിക്കുന്നത് കണ്ട് ആ 3 പേർക്കും ആളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് ആ സ്ഥലം വിട്ട് അവർ വേഗം ഓടാൻ തുടങ്ങി. ഓടി ഓടി ഒരു വിധത്തിൽ അവർ ഗ്രാമത്തിലെത്തിച്ചേർന്നു. എടാ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ വിവേകിനെ രക്ഷപ്പെടുത്തണം. എന്താ നീ പറയുന്നത്? ആ ഭൂതത്തിന്റെ എങ്ങനെ നമ്മൾ അവനെ രക്ഷപ്പെടുത്തും? അയ്യോ, നമ്മള് ആ ഭൂതത്തിന്റെ അടുത്ത് വിവേകിനെ വിട്ടിട്ട് പോകുന്നല്ലോ. നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഐഡിയയും അറിയില്ല. ശരിയാണ്, അവന്റെ അനീതി എങ്ങാനും അവൻ എവിടെയാണെന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ഉത്തരം പറയുക? എന്താ നടന്നത് അത് പറയണം, അല്ലാതെ പിന്നെ എന്താ നമ്മൾ പറയുക? ആ സമയത്ത് ആ ഭൂതങ്ങളുടെ നേതാവ് വിവേകിനെ തൂക്കിപ്പിടിച്ച് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂതത്തിനോട് പോയി എന്താ പറഞ്ഞതെന്ന് അറിയുമോ? ഇവനെയും പിടിച്ച് നല്ലോണം ആഘോഷിക്കൂ. നേതാവിന് ജയ്. ഈ പാർട്ടി ഇനിയും നല്ല സൂപ്പറായി നടത്താൻ പോകുകയാണ്. ഭൂതം വിവേകിനെ തലകീഴായി കെട്ടിത്തൂക്കി. രക്തക്കുളത്തിന് മുകളിൽ അവൻ തൂങ്ങിയാടി. അങ്ങനെ ചെയ്തതിനു ശേഷം നിന്നെ വെട്ടി കഷണം കഷണമാക്കി നിന്റെ രക്തത്തെ ഈ രക്തത്തിൽ ചേർത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കുളിക്കാൻ പോവുകയാണ്. മനുഷ്യന്മാരുടെ രക്തം എത്ര രുചിയായിരിക്കുമെന്ന് അറിയുമോ? അത് മാത്രമല്ല, ഇവന്റെ രക്തത്തിൽ നമ്മൾ കുളിച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ബലശാലികളായി മാറാനായി നമുക്ക് കഴിയും. ചേട്ടനെ കുറിച്ച് വിഷമിച്ച റീമ
വീണ്ടും വീണ്ടും തന്റെ ചേട്ടന് ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. അവളുടെ ചേട്ടൻ ഫോൺ എടുക്കാതായപ്പോൾ അവന്റെ കൂട്ടുകാർക്ക് അവൾ ഫോൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാ വിഷയങ്ങളും അവൾക്ക് അറിയാൻ കഴിഞ്ഞു. അത് കേട്ടതിന് ശേഷം, നിങ്ങൾ എല്ലാരും എന്റെ ചേട്ടന്റെ കൂടെ നിൽക്കാതെ തനിച്ചാക്കിയിട്ട് വന്നോ? ഇല്ല മോളെ, ഞങ്ങളും എത്രയോ ശ്രമിച്ചു നോക്കി. പക്ഷെ ആ ഭൂതത്തിനെ എതിർത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങളെല്ലാം എന്റെ ചേട്ടന്റെ കൂട്ടുകാരനെന്ന് പറയാൻ എനിക്ക് നാണക്കേടാകുന്നു. ഇനി മുതൽ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കണ്ട. പ്ലീസ് പ്ലീസ് അനിയത്തി, ഇങ്ങനെയൊന്നും നീ പറയരുത്. പിന്നെ നിങ്ങളോട് എന്തു പറയാനാ? എന്റെ ചേട്ടനാണ് എന്റെ ലോകം. അദ്ദേഹത്തിന്റെ മരണത്തിന് മുഴുവൻ കാരണം നിങ്ങൾ എല്ലാരുമാണ്. ഇത് പറഞ്ഞ് റീമ വളരെ ദേഷ്യത്തോടെ ഫോൺ വെച്ചു. റീമ ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ 3 കൂട്ടുകാരും അടുത്ത ദിവസം ആ കാട്ടിൽ പോയി വിവേകിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മൾ എങ്ങനെ ആ ഭൂതത്തിന് നേരിടും? എനിക്ക് ഒരു മന്ത്രവാദിനെ അറിയാം. അവൻ ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും. എന്നാ ശരി, നമുക്ക് നാളെ തന്നെ പോയി ആ മന്ത്രവാദിനെ കാണാം. അടുത്ത ദിവസം അവർ 3 പേരും ഒരു മന്ത്രവാദിയെ കാണുവാനായി പോയി. അയാളിൽ നിന്നൊരു തകിട് വാങ്ങി അവർ ആ കാട്ടിലേക്ക് പോയി. അപ്പോൾ മേഘങ്ങൾ കൂടിക്കൂടി ഇരുട്ടായി നല്ല മഴ പെയ്യുവാൻ തുടങ്ങി. അപ്പോൾ 3 പേരും ഓടിയപ്പോൾ തരുണിന്റെ കയ്യിൽ നിന്നും ആ തകിട് താഴെ വീണുപോയി. നമ്മൾ ഏകദേശം ആ ഭൂതക്കുളത്തിന്റെ അടുത്തെത്തി എന്ന് തോന്നുന്നു. ശരിയാ, ഇനി കുറച്ചുകൂടി പോയാൽ മതി, ആ ഭൂതത്തിന്റെ സ്ഥലത്ത് എത്തും. ആ 3 കൂട്ടുകാരും കാട്ടിലെത്തിയപ്പോഴേക്കും സന്ധ്യയായി. അവർ 3 പേരും കാട്ടിലേക്ക് പോകും തോറും നേരം പോയി പതുക്കെ ഇരുട്ടായി തുടങ്ങി. 3 പേരും കാട്ടിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഭൂതങ്ങളുടെ തലവൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടപ്പോൾ തന്നെ അവർ 3 പേരും ഭയന്നുപോയി. തരുൺ, വേഗം ആ തകിട് എടുക്കേ. ശരിയാ തരുൺ, അല്ലെങ്കിൽ ഇവൻ നമ്മളെയും അടിച്ചു കൊല്ലുന്നു തോന്നുന്നത്. തരുൺ അവന്റെ കീശയിൽ കൈയിട്ട് നോക്കി. പക്ഷെ ആ തകിട് കിട്ടിയില്ല. അവൻ പേടിച്ച് അവന്റെ എല്ലാ കീശയും തപ്പി നോക്കി. പക്ഷെ തകിട് കിട്ടിയില്ല. അയ്യോ, ആ തകിട് കാണാനില്ല. വരുന്ന വഴിയിൽ എവിടെയോ താഴെ വീണു പോയിന്ന തോന്നുന്നത്. ഇത് കേട്ടപ്പോൾ തരുണിന്റെ കൂട്ടുകാർ 2 പേരും വളരെ വിഷമത്തിലായി. അത് കേട്ടപ്പോൾ ആ ഭൂതങ്ങളുടെ നേതാവ് ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. അത് കണ്ട് ആ 3 പേരും അവിടെ നിന്ന് ഓടുവാൻ തുടങ്ങി. തരുണും വേഗത്തിൽ ഓടുവാൻ തുടങ്ങി. അപ്പോൾ അവന്റെ കാല് ഒരു സ്ഥലത്ത് പെട്ടുപോയി. തരുണേ, വേഗമായോ, അല്ലെങ്കിൽ ആ ഭൂതം നിന്നെയും പിടിച്ചു കൊണ്ടുപോകും. അയ്യോ, എന്റെ കാല് ഇവിടെ പെട്ടുപോയി. എനിക്ക് ഓടാനായിട്ട് പറ്റുന്നില്ല. എന്ത് ചെയ്യണം? വേഗത്തിൽ കാലെടുത്തിട്ട് ഓടിവാടാ, അല്ലെങ്കിൽ ഞങ്ങൾ പോകും. ഇല്ലെങ്കിൽ അയാൾ നമ്മളെയും അടിച്ചു കൊല്ലും. വേഗമായോ. അപ്പോൾ ആ ഭൂതത്തലൈവൻ അവന്റെ കഴുത്തിലും കയറിയിരുന്ന് കഴുത്തിൽ അമർത്തുവാൻ തുടങ്ങി. തരുണ് വല്ലാതെ പേടിച്ചു പോയി. അപ്പോൾ ആ ഭൂതങ്ങളുടെ നേതാവ് തരുണിനെ തൂക്കിയെടുത്ത് അവരുടെ കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ ഭൂതത്തിന് കൊടുത്തു. സർദാർ, സത്യം പറഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ദിവസവും നിങ്ങൾ ഇതുപോലെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള രക്തവെള്ളത്തില് നമുക്ക് സ്വിമ്മിംഗ് പൂൾ പാർട്ടി നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 പേരും ഗ്രാമത്തിലേക്ക് പോയി ഗ്രാമത്തിലുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ വിഷയം അപ്പോഴാണ് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത്. ആ കാട്ടിനുള്ളില് മനുഷ്യരെ വെട്ടിക്കൊന്ന് ആ രക്തം കൊണ്ട് കുളമുണ്ടാക്കി അതിൽ നീന്തി കുളിക്കുകയാണ്. അതുകൊണ്ട് രാത്രി ആരും ആ വഴിക്ക് പോകാതിരിക്കണം. ആര് പോയാലും അവരെ ആ ഭൂതം പിടിച്ചു തിന്നും. അതൊക്കെ ശരി, പക്ഷെ നമ്മൾ കുടിക്കാൻ വെള്ളത്തിന് ഇനി എങ്ങോട്ട് പോകും? അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് കുടിക്കാൻ വെള്ളത്തിന് കിണർ കുത്തുക തന്നെ വേണം. ഈ വിഷയം റീമയും അറിഞ്ഞു. അപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. ഞാനിപ്പോ ചെന്ന് എന്റെ ചേട്ടനെയും തരുണിനെയും രക്ഷിച്ചു കൊണ്ടുവരാൻ പോവുകയാ. അടുത്ത ദിവസം ഒരു മന്ത്രവാദിയെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. കാടിനുള്ളിൽ ഭൂതങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് റീമ പോയി. സ്വാമി, നമ്മൾ ആ ഭൂതങ്ങളുള്ള സ്ഥലത്തേക്ക് വന്നെത്തി. നിങ്ങൾ വേണം സ്വാമി എന്തെങ്കിലും ചെയ്യാൻ. ആ ശരി മോളെ, ഇവരുടെ കഥ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരാം. അപ്പോൾ മന്ത്രവാദി തന്റെ മന്ത്രശക്തിയാലെ ഹോമകുണ്ഡമുണ്ടാക്കി ചെറുനാരങ്ങയെല്ലാം വെച്ച് വലിയ വലിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഭൂതങ്ങളുടെ നേതാവ് അങ്ങോട്ട് വന്നു. ആഹാ, ദിവസവും മനുഷ്യന്മാർ സ്വയം ഈ കാട്ടിലേക്ക് വന്ന് ഞങ്ങളെ വിരുന്നാക്കൂ എന്ന് അപേക്ഷിക്കുന്നു. സ്വയം വന്ന് ഞങ്ങളുടെ മുൻപിൽ പെട്ടുപോകുന്നു. അവരുടെ നല്ല രുചിയുള്ള രക്തം ഞാൻ കുടിക്കാൻ പോകുന്നു. എന്റെ ചേട്ടന്മാരെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും കഥ ഞങ്ങൾ കഴിക്കും. നീ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പോ നീയാണ് ചാവാൻ പോകുന്നത്. അതിനുശേഷം നിന്റെ രക്തത്തിലും ഞങ്ങൾ കുളിക്കും. അപ്പോൾ ആ മന്ത്രവാദി തന്റെ മന്ത്രത്തെ ചൊല്ലുവാൻ തുടങ്ങി. ആ ഭൂതത്തിന്റെ മേലെ തന്റെ മന്ത്രങ്ങൾ അയാൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഉടനെ ഭൂതത്തിന് ശരീരമെല്ലാം വേദനിക്കുവാൻ തുടങ്ങി. ഭൂതം കരഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞതെന്നറിയുമോ? സ്വാമി, സ്വാമി, നിന്നെ ഞാൻ ജീവനോടെ തിരിച്ചുവിടില്ല. ഇങ്ങനെ പറഞ്ഞ് ആ ഭൂതം എല്ലാ ഭൂതങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ ഭൂതങ്ങളെ, എല്ലാവരും വരൂ, വേഗം വരൂ.
ഇത് കേട്ടപ്പോൾ എല്ലാ ഭൂതങ്ങളും വാനത്തിൽ നിന്ന് പറന്നു വന്നു. എന്താ നേതാവ് നിങ്ങൾ ദിവസവും ഞങ്ങൾക്ക് മനുഷ്യരെ കൊണ്ടുവന്ന് തരികയാണോ? ഞങ്ങൾ കൊണ്ടുവന്ന് തരാനായിട്ട് തയ്യാറാണ്. എന്നാൽ ഈ മന്ത്രവാദിയെ ആദ്യം തന്നെ തീർക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട നേതാവേ, ഈ മന്ത്രവാദിയുടെ പണി ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ആ ഭൂതങ്ങളെല്ലാം ചേർന്ന് മന്ത്രവാദിയുടെ പൂജ തടയുവാൻ ശ്രമിച്ചു. പക്ഷെ അത് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനുശേഷം ആ സ്വാമി ആ പൂജയെല്ലാം അവസാനിപ്പിച്ച് ആ ഭൂതങ്ങളുടെ മേൽ ആ മന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ച് അവരെ സ്വാമി, സ്വാമി, എന്റെ ചേട്ടനും മറ്റുള്ള ചേട്ടന്മാരും എവിടെയാ? അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണേ. മകളെ, ഈ ഭൂതങ്ങൾ അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഇനി അവർക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. ഇത് കേട്ടപ്പോൾ റീമ വല്ലാതെ കരയുവാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമത്തിലുള്ളവരെല്ലാം അങ്ങോട്ട് വന്നു. മോളെ, നീ വലിയ കാര്യമാണ് ഇവിടെ ചെയ്തത്. ഈ ഭൂതങ്ങളിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷിച്ചു. മോളെ, ഇങ്ങോട്ട് നോക്കൂ. നീ ഇനി ഒന്നും വിഷമിക്കണ്ട. നീ ഞങ്ങളുടെ മകളാണ്. അതിനുശേഷം ആ ഗ്രാമത്തിലെ ആളുകൾ റീമയ്ക്കും ആ സ്വാമിക്കും ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം റീമ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവളായി മാറി. രാംപൂർ ഗ്രാമത്തിലെ ബസാറിൽ രാജുവിന്റെ പക്കവട കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് അല്പം മാറിയിട്ടാണ് ബിർജുവിന്റെ പക്കവട കട സ്ഥിതി ചെയ്യുന്നത്. രാജുവിന്റെ കടയിൽ പക്കവട കഴിക്കാനായി ദിവസവും നല്ല ആൾക്കൂട്ടമായിരുന്നു. എന്നാൽ ബിർജുവിന്റെ കടയിലാവട്ടെ പക്കവട കഴിക്കാൻ 2-3 പേർ വന്നാലായി. എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. ബിർജു രാജുവിന്റെ കടയിലേക്ക് നോക്കിയപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. കാരണം അവന്റെ കടയിൽ ആളില്ലായിരുന്നു. എന്റെ ദൈവമേ, രാജുവിന്റെ കടയിലെ പക്കോടയ്ക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത? അവിടെ മാത്രം എന്താ എത്ര തിരക്ക് അനുഭവപ്പെടുന്നത്? എന്റെ കടയിൽ അതുപോലെ തിരക്ക് വരാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. എന്റെ കടയിലും ഇതുപോലെ തിരക്ക് വരണമെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാവും. രാത്രിയിൽ ബിർജുവും നന്ദയും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ബിർജു വിഷമിച്ചിരിക്കുന്നത് കണ്ട് നന്ദ ഇങ്ങനെ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആ, എന്ത് പറയാനാ, കച്ചവടമൊക്കെ വളരെ മോശം. പക്ഷെ ആ രാജുവിന്റെ കടയിൽ എപ്പോഴും നല്ല തിരക്കായി. എന്നാൽ നമ്മുടെ കടയിലോ ആരും തന്നെ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ആഹാ, ഇത്രയുണ്ടായിരുന്നുള്ള കാര്യം. നിനക്കിത് വളരെ നിസ്സാരമായിട്ടാണോ തോന്നുന്നത്? ആ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിസ്സാരമായ കാര്യം തന്നെയാണ്. അതെങ്ങനെ? നാളെ ഞാൻ നിങ്ങളോടൊപ്പം കടയിൽ വരാം. നാളത്തെ പക്കവട ഞാൻ വിറ്റ് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ? അതായത് നാളെ മുതൽ കടയിൽ വലിയ തിരക്കുണ്ടാവുമെന്നാ പറഞ്ഞത്. പിന്നീട് രാജുവിന്റെ കടയിൽ വരുന്നവരുടെ തിരക്ക് താനെ കുറഞ്ഞുകൊള്ളും. പക്ഷെ അത് എങ്ങനെ സാധ്യമാകും? നിങ്ങൾക്ക് അറിയില്ലേ, വലിയ വലിയ കടകളിൽ സ്ത്രീകളെയാണ് ജോലിക്ക് വെക്കുന്നത്. ഞാനും ഒരു സ്ത്രീയല്ലേ. നാളെ കണ്ടോളൂ നമ്മുടെ മാജിക്. അടുത്ത ദിവസം നന്ദ ബിർജുവിനൊപ്പം പക്കവട കടയിലേക്ക് പോയി. രാജുവിന്റെ കടയിൽ പക്കവട കഴിക്കാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്നതിൽ ഒരു ചെറുപ്പക്കാരൻ നന്ദയെ കണ്ടു. ഡേയ്, എല്ലാരും അങ്ങോട്ട് നോക്കടാ. ഒരു സുന്ദരിയായ പെണ്ണ് ആ കടയിൽ നിന്ന് പക്കവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വാടാ വാടാ, നമുക്ക് അവിടെ പോയി കഴിക്കാം. ശരിയാ, പോകാം. നന്ദയെ കണ്ടതും അവിടെ നിന്ന ആളുകളെല്ലാം പക്കവട കഴിക്കാൻ ബിർജുവിന്റെ കടയിലേക്ക് വന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന രാജുവിനാകട്ടെ ബിർജുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. എന്നാൽ ബിർജുവിനാവട്ടെ തന്റെ കടയിലെ ആൾക്കൂട്ടം കണ്ട് സന്തോഷവും തോന്നി. മാഡം, എനിക്കൊരു 10 രൂപയ്ക്ക് പക്കവട വേണമല്ലോ. എന്റെ കയ്യിൽ ബാക്കി തരാൻ ചില്ലറയില്ലല്ലോ. അതിന് കുഴപ്പമില്ല, ആ 100 രൂപയ്ക്കും പക്കവട എടുത്തോളൂ മാഡം. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ബിർജുവിന്റെ കടയിലെ പക്കവടയെല്ലാം തീർന്നു. ഇന്നത്തെ കച്ചവടം കൊണ്ട് കൈനിറയെ കാശും കിട്ടി. രാജുവിന് വല്ലാത്ത പക തോന്നി. അടുത്ത ദിവസവും നന്ദ ബിർജുവിനൊപ്പം പക്കവട കടയിലേക്ക് വന്നു. പക്കവട കഴിക്കാനായി ധാരാളം ആളുകളും അതുപോലെ ബിർജുവിന്റെ കടയിലെത്തി. മാഡം, നിങ്ങൾ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളെ ഇതിനു മുൻപ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ശരി ചേട്ടാ, പറയൂ, നിങ്ങൾക്ക് എത്ര പക്കവട വേണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയാണോ അതത്രയും തന്നോളൂ. നിങ്ങൾ എന്നും ഈ കടയിൽ ഉണ്ടാകുമോ? ആ, ഞാൻ എല്ലാ ദിവസവും വരും. നിങ്ങളും എല്ലാ ദിവസവും വരണേ. കുറച്ചു ദിവസം കൊണ്ട് രാജുവിന്റെ എല്ലാ കസ്റ്റമേഴ്സും ബിർജുവിന്റെ കസ്റ്റമേഴ്സായി മാറി. ഇത് കണ്ട രാജുവിന് ദേഷ്യവും അമർഷവും അടക്കാനായില്ല. ഇവന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ എന്റെ വരുമാനം നിലച്ചു പോകും. ഈ സമയത്താണ് നാട്ടിലെ 2 ഗുണ്ടകൾ പക്കവട കഴിക്കാനായി രാജുവിന്റെ കടയിലേക്ക് വന്നത്. വരൂ വരൂ ജങ്കുച്ചേട്ടാ, വരൂ വരൂ ഡോലച്ചേട്ടാ, വരൂ വരൂ. ഇപ്പൊ എങ്ങനെ, നമുക്ക് പക്കവട കഴിച്ചാലോ? ശരി ശരി, നല്ല ചൂടായിട്ട് 2 പ്ലേറ്റ് പക്കോട എടുക്ക. ആ, ഞാൻ ഇപ്പൊ എടുക്കാം. എടാ ഡോല, അങ്ങോട്ട് നോക്കിയേ. സുന്ദരിയായ ഒരു പെണ്ണാണ് ദാ കടയിൽ പക്കോട വിൽക്കുന്നത്. അവളുടെ സുന്ദരമായ കൈകൾ കൊണ്ട് പക്കവട കഴിക്കുന്നത് നല്ല രുചിയായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയാലോ? ജങ്കുച്ചേട്ടാ, ഡോലച്ചേട്ടാ, നിങ്ങൾ പറഞ്ഞ 2 പ്ലേറ്റ് പക്കോടയും റെഡി ആയിട്ടുണ്ട്. നിന്റെ പക്കോട നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ ഉണ്ടാക്കിയത് നീ തന്നെ കഴിച്ചോ. ആ സുന്ദരിയായ പെണ്ണിന്റെ കൈ കൊണ്ട് നമ്മൾ ചൂട് പക്കവട കഴിക്കാൻ പോവാ. നീ നിന്റെ ജോലിയൊക്കെ പോടാ. ചേട്ടാ, നിങ്ങൾ ആ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. ശരി, പോയിട്ട് വരാം. വരണം വരണം സാർ.
നിങ്ങൾക്ക് എത്ര പക്കവട വേണം? ആ എടുക്ക് ഒരു 2-4 പ്ലേറ്റ് എടുക്ക്. 2 പ്ലേറ്റോ 4 പ്ലേറ്റോ? 4 പ്ലേറ്റ്. 2 പ്ലേറ്റില് പക്കോടയും 2 പ്ലേറ്റില് പ്രേമവും. മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്ക്. മര്യാദക്ക് ഞങ്ങള് പഠിച്ചോളാം. ആദ്യം നീ ഞങ്ങളൊന്ന് മനസ്സിലാക്ക. നീ കൈ നീട്ടി എന്റെ കരണത്തടിച്ചു അല്ലേ? വിടില്ല ഞാൻ, നിന്നെ ഞാൻ കണ്ടോളാം. നന്ദയെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് 2 ഗുണ്ടകളും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. നന്ദയ്ക്കാകട്ടെ വളരെ ടെൻഷനായിരുന്നു. ബിർജു സാധനം വാങ്ങിയിട്ട് വന്നപ്പോൾ നന്ദയുടെ ടെൻഷൻ കണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. എന്തു പറ്റി വൃന്ദ? എന്താ പേടിച്ചിരിക്കുന്നേ? ചേട്ടൻ പോയ ശേഷം 2 റൗഡികൾ ഇവിടെ വന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കി. എന്താ പ്രശ്നം ഉണ്ടാക്കിയെന്നോ? ആ, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാന് കൈ വീശി അവന്റെ മുഖത്തൊന്ന് കൊടുത്തു. അപ്പോൾ അവൻ എന്നോട് കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെയുള്ള റൗഡികളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. 2 ഗുണ്ടകളും വീട്ടിലിരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. ജങ്കുവിന് നന്ദയുടെ അടി മറക്കാനേ കഴിഞ്ഞില്ല. അതിന് പകരം വീട്ടാതെ അവൻ ഒരു സമാധാനവും ഉണ്ടാവില്ല. ആ സമയത്താണ് പക്കവട കട നടത്തുന്ന രാജു അതുവഴി വന്നത്. രാജു എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങി. നമസ്കാരം ജങ്കു ചേട്ടാ. പറ എന്താ വിശേഷം? അത് പിന്നെ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അന്നത്തെ സംഭവത്തിന് ശേഷം നിങ്ങളെ മാർക്കറ്റിലോട്ട് കാണാറേ ഇല്ലല്ലോ. വളാന്നുള്ള സംസാരം നിർത്തിട്ട് എന്താ കാര്യം ആദ്യം പറ. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് തന്നെ വരാം. ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ. ആരാണോ നിങ്ങളെ കൈനീട്ടി അടിച്ചത് അവര് എന്റെ പക്കോട കച്ചവടത്തെയും ഇല്ലാതാക്കി. നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന പണിയില് അവര് ആരുടെയും മുഖത്ത് നോക്കാൻ പോലും പാടില്ല. അവർ എല്ലാ പൗർണമിയിലും രാത്രിയിൽ അമ്പലത്തിൽ തൊഴാൻ പോകാറുണ്ട്. ഇന്നാണ് ആ പൗർണമി. അവർ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് പൗർണമി രാത്രിയാണ്. അതുകൊണ്ട് നന്ദ അമ്പലത്തിൽ പോയി ദേവിയെ തൊഴുത് മടങ്ങി വരികയാണ്. ഈ വിവരം നേരത്തെ അറിഞ്ഞ ഗുണ്ടകൾ വഴിയിൽ അവളെ കാത്തു നിൽക്കുകയായിരുന്നു. നന്ദയ്ക്ക് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അവൾ അവളുടെ മാനം രക്ഷിക്കാനായി ഓടാൻ തുടങ്ങി. 2 ഗുണ്ടകളും അവളെ പിന്തുടർന്ന് ഓടിക്കൊണ്ടിരുന്നു. നന്ദ ഭയന്ന് ഓടുന്നു. ഗുണ്ടകളാവട്ടെ അവളെ പിന്തുടർന്ന് ഓടുന്നു. ഓടി ഓടി നന്ദ വളരെയധികം ക്ഷീണിതയായി. ഗുണ്ടകളും പിന്നാലെ അവളുടെ സമീപത്തെത്തി. രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ നിന്നപ്പോൾ സമീപത്തൊരു കിണറുള്ളത് അവൾ കണ്ടു. നന്ദ ആ സമയത്ത് മറ്റൊന്നും ഓർക്കാതെ വേഗം കിണറ്റിലേക്ക് എടുത്തു ചാടി. എന്റെ നേരെ കൈ നീട്ടിയാൽ ആരായാലും ഇതായിരിക്കും അവസ്ഥ. ഡോല, ആ പെണ്ണ് വീട്ടിൽ തിരികെ എത്താതിരിക്കുമ്പോ അവളുടെ വീട്ടുകാരെന്തായാലും അവളെ അന്വേഷിക്കില്ലേ? അവളുടെ ബോഡി കിണറ്റിൽ നിന്ന് കിട്ടിയതിനു ശേഷം ഗ്രാമവാസികൾക്കൊക്കെ ഇഷ്ടം പോലെ പറയാൻ കാണും. അതെ, അവർക്ക് ആർക്കും അറിയില്ല അവള് ചത്തുപോയതിന്റെ കാരണം നമ്മൾ 2 പേരുമാണെന്ന്. ഡോല, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്. ആരാ? നിങ്ങൾ കാരണമാണ്. ഞാൻ കിണറ്റിൽ ചാടി മരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങളെ 2നെയും ഞാൻ വെറുതെ വിടുകയില്ല. ഞങ്ങളോട് നീ ക്ഷമിക്ക്, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ. ആ കാലു പക്കവടക്കാരനാണ് ഞങ്ങൾക്ക് ഈ ഐഡിയ തന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്നത്. ക്ഷമിക്കണം. നിങ്ങൾ കാരണം ഇപ്പോ അവനും മരിക്കാൻ പോവുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ! എടാ പക്കവട കടക്കാരൻ രാജു, ഇനി അടുത്ത ഒഴി നിന്റേതാണ്. ആരാ? നിന്റെ മരണം. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനാണ് വൃന്ദ, പക്കവടക്കാരൻ ബിജുവിന്റെ ഭാര്യ. നീ കാരണം എനിക്ക് മരിക്കേണ്ടി വന്നു. ഞാൻ കാരണം നീ മരിച്ചു പോയെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് അവർ 2 പേരും സത്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അവർ 2 പേരും? അതെ, അവർ മരിച്ചു കഴിഞ്ഞു. അവരെ 2 പേരെയും ഞാനിപ്പോ കൊന്നിട്ടാണ് വരുന്നത്. ഇനി നിന്നെയാണ് കൊല്ലേണ്ടത്. പ്ലീസ് എന്നെ കൊല്ലരുത്. അറിയാതെ ചെയ്തു പോയതാണ്. എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം, രക്ഷിക്കൂ. നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾ പറഞ്ഞത് എല്ലാം ഞാൻ കേട്ടു.
നിങ്ങൾക്കെതിരെ ഒരുപാട് അന്യായങ്ങൾ നടന്നു. അതെ, അതുകൊണ്ട് ഇവനെ എനിക്ക് കൊന്നേ തീരൂ. അയ്യോ നോക്കൂ, നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ അന്യായം ഞങ്ങളുടെ കുടുംബത്തിലല്ലേ നടക്കാൻ പോകുന്നത്. അത് ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനത് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ അന്യായമായി തീരും? നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും നോക്കാനില്ലാതെ അനാഥരെ പോലെ കഴിയേണ്ടി വരില്ലേ പറയൂ. അതുകൊണ്ട് ദയവേത് ഞങ്ങളെ വെറുതെ വിടണം. നോക്കൂ, ദയവേത് എന്റെ അച്ഛനൊന്ന് വെറുതെ വിടൂ. കുഞ്ഞെ, ഞാൻ നിങ്ങളെ അനാഥരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ വെറുതെ വിടുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ. നീ എന്തു പറയുന്നോ അത് ഞാൻ അനുസരിച്ചിരിക്കും, ഉറപ്പാണ്. ശരി, നാളെ രാവിലെ എന്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് കിണറ്റിനരികിൽ വരണം. എന്നിട്ട് എന്റെ മൃതശരീരം പുറത്തെടുത്ത് അഗ്നിക്കിരയാക്കണം. എങ്കിൽ മാത്രമേ എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. നന്ദയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മാത്രമേ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.